നമസ്കാരം സാർ. നമസ്കാരം. കഴിഞ്ഞ 25 വർഷക്കാലമായിട്ട് ബി ജെ പിയുടെ കയ്യിലിരിക്കുന്ന ബങ്കിപ്പൂർ മണ്ഡലം ഒരുപക്ഷെ ഒരിക്കലും പരാജയം ബി ജെ പി അറിയുമെന്ന് വിചാരിച്ചിട്ടുണ്ടായില്ല. മഹാഗഡ്ബന്ധൻ്റെ സമയത്തോ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ ഒക്കെ സമയത്ത് പോലും നഷ്ടപ്പെടാതിരുന്ന മണ്ഡലം ഇപ്പോൾ എങ്ങനെയാണ് പ്രശാന്ത് കിഷോർ കാരണം പരാജയപ്പെടുന്നത്? അത് നല്ല ചോദ്യം. പ്രശാന്ത് കിഷോറിൻ്റെ മിടുക്ക് കൊണ്ടല്ല അത് ബി ജെ പിക്ക് നഷ്ടപ്പെട്ടത്. അതെങ്ങനെയെന്ന് ഞാൻ വിശദീകരിച്ച് പറയാം. അതിനു മുമ്പ് ആ മണ്ഡലത്തിൻ്റെ ചരിത്രം കൂടി പറയണം, എങ്കിലേ അത് പൂർണ്ണമാവുള്ളൂ. ഇത് ബീഹാറിൽ ഇപ്പോൾ 3 നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നു. ബീഹാറിലൊന്ന്, മധ്യപ്രദേശിലൊന്ന്, ഗുജറാത്തിലൊന്ന്. മധ്യപ്രദേശിൽ കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റാണ്, അത് കോൺഗ്രസ് നിലനിർത്തി. പിന്നെ ഗുജറാത്തിൽ ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റാണ്, അവിടെ ബി ജെ പി അത് നിലനിർത്തി. അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം, എൻ്റെ വിവരങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ ബീഹാറിൽ ഈ നിതിൻ നബീൻ രാജ്യസഭയിലേക്ക്, അദ്ദേഹം ദേശീയ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട് രാജ്യസഭയിലേക്ക് വന്നു. ആ രാജ്യസഭയിലേക്ക് വന്നപ്പോൾ അവിടെ ഒഴിഞ്ഞ സീറ്റാണ് ഈ ബങ്കിപ്പൂർ. ഈ ബങ്കിപ്പൂരിൽ നിന്ന് ഇദ്ദേഹം ജയിച്ചു, നിതിൻ നബീൻ ജയിച്ചു, അദ്ദേഹത്തിൻ്റെ അച്ഛൻ ജയിച്ചിരുന്നു. അങ്ങനൊരു ബി ജെ പി പാരമ്പര്യമുള്ള മണ്ഡലത്തിൽ ഇതാ ഈ 2026 ബി ജെ പി തോറ്റിരിക്കുന്നു. അതും ചെറിയ തോൽവിയല്ല, 19,324 വോട്ടുകൾക്ക് തോറ്റു. ജയിച്ചത് ഇന്ത്യ മുന്നണിയല്ല, കോൺഗ്രസ് അല്ല, ലാലുവിൻ്റെ പാർട്ടി JDU അല്ല, മറിച്ച് ജൻ സ്വരാജ് പാർട്ടി എന്ന് പറയുന്ന JSP എന്ന് പറയുന്ന പാർട്ടിയുടെ പ്രശാന്ത് കിഷോറാണ്. ഈ പ്രശാന്ത് കിഷോറിൻ്റെ പാർട്ടി കഴിഞ്ഞ ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 236 സീറ്റിൽ മത്സരിച്ചു. 234 സീറ്റിലും അവർക്ക് കെട്ടിവെച്ച കാശ് കിട്ടിയിട്ടില്ല. അതാണ് അവിടുത്തെ അവസ്ഥ. അങ്ങനെയുള്ള ഒരു പാർട്ടിയുടെ നേതാവാണ് അന്ന് ഈ പ്രശാന്ത് കിഷോർ. മത്സരിക്കാതെ മാറി നിന്നിട്ട് അദ്ദേഹം തിരഞ്ഞെടുപ്പ് കോർഡിനേറ്റ് ചെയ്യുകയായിരുന്നു. ഇതൊരു പരീക്ഷണമാണ് വാസ്തവത്തിൽ. അതായത് ബി ജെ പിയെ എങ്ങനെ വീഴിക്കാം എന്നുള്ളൊരു പരീക്ഷണമാണ്. അപ്പോൾ ബി ജെ പിയുടെ ദൗർബല്യത്തെ മുതലെടുത്തുകൊണ്ടാണ് അവിടെ പ്രശാന്ത് കിഷോർ ജയിച്ചിരിക്കുന്നത്. ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഇതിൻ്റെ കുറച്ച് ചരിത്രം പറയാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് അവിടെ നിശ്ചയിച്ചിരുന്നത് ആദ്യം അഭിഷേക് കുമാർ സിൻഹ ആണ്. പക്ഷെ പത്രിക സമർപ്പിക്കുന്നതിൻ്റെ തലേന്ന് ഇദ്ദേഹം ചില വീട്ടുകാര്യങ്ങളൊക്കെ പറഞ്ഞ്, ചില വൈയക്തികമായ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് അദ്ദേഹം പിന്മാറി. അപ്പോഴാണ് യുവമോർച്ച നേതാവ് നീരജ് കുമാർ പകരമെത്തിയത്. അപ്പോൾ നീരജ് കുമാറാണ് അവിടെ ഇത് ചെയ്തത്. ഇത് 25 അല്ല, ശരിക്കും പറഞ്ഞാൽ 30 വർഷമായിട്ട്, 95 മുതൽ ബി ജെ പി മണ്ഡലമാണ്. 95 ഏതാണ്ട് 31 വർഷമായിട്ട്. ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞത് 25 കാൽ നൂറ്റാണ്ടെന്നാണ്. അല്ല, 31 വർഷമായിട്ട്, എനിക്ക് തെറ്റിപ്പോയതാണ്. 31 വർഷമായിട്ട് ബി ജെ പി മണ്ഡലമാണ്. 2025 കഥയാണ് ഞാൻ പറഞ്ഞത്. 238 മണ്ഡലത്തിൽ മത്സരിച്ച JSP 236 കെട്ടിവെച്ച കാശ് കിട്ടിയില്ല. ബി ജെ പിക്ക് അവിടെ 202 സീറ്റുകളാണ് ആകെ കിട്ടിയത്. അതിൽ നിന്നിപ്പോൾ 1 കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് 95 ജയിച്ചത് നിതിൻ നബീൻ്റെ അച്ഛൻ കിഷോർ പ്രസാദ് സിൻഹ. അദ്ദേഹം 4 തവണ തുടർച്ചയായിട്ട് ജയിച്ചു. പിന്നെ 2006 അദ്ദേഹം മരിച്ചപ്പോഴാണ് മകൻ മത്സരിച്ച് ജയിച്ചത്. അങ്ങനെ മണ്ഡലം പുനർനിർണയം നടന്നു 2010. അതിനുശേഷം നടന്ന തിരഞ്ഞെടുപ്പിലും നബീൻ ജയിച്ചു പോന്നു. കഴിഞ്ഞ കൊല്ലം അദ്ദേഹം ജയിച്ചത് 50,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ്. അവിടെയാണ് ഇപ്പോൾ പ്രശാന്ത് കിഷോർ 19,324 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് കേവലം ബി ജെ പിയുടെ മാത്രം തോൽവിയല്ല, നിതിൻ നബീൻ്റെ, ദേശീയ അധ്യക്ഷൻ കൂടിയായ നിതിൻ നബീൻ്റെ തോൽവി കൂടിയാണ്. അതിന് ബി ജെ പിക്ക് ഉള്ളിൽ നിരവധി പ്രശ്നങ്ങളുണ്ട്. ഇരിക്കട്ടെ, സമ്രാട്ട് ചൗധരി അദ്ദേഹമാണിപ്പോൾ ബീഹാറിലെ മുഖ്യമന്ത്രി. ഈ സമ്രാട്ട് ചൗധരി മുഖ്യമന്ത്രിയായതിനു ശേഷം നടന്ന ആദ്യത്തെ ഉപതെരഞ്ഞെടുപ്പാണ്. അപ്പോൾ ജയിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെയും കൂടി ആവശ്യമാണ്. അദ്ദേഹത്തിൻ്റെ അഭിമാന പോരാട്ടമായിരുന്നു. അവിടെ അത് സംഭവിച്ചില്ല. അദ്ദേഹത്തിനും വലിയ തിരിച്ചടിയാണ്. JDU കാലുവാരിയൊന്നുമില്ല. JDU അവിടെ അടുത്തെങ്ങും ഇല്ലല്ലോ. ബി ജെ പി 2ാം സ്ഥാനത്തിൽ. ഇവിടെ അതാണ് ഈ സമ്രാട്ട് ചൗധരിക്ക് അഭിമാന പോരാട്ടമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ അഭിമാനം സംരക്ഷിക്കപ്പെട്ടില്ല. അതിനെന്താണ് കാരണമെന്നുള്ളതാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. ഇരിക്കട്ടെ, മധ്യപ്രദേശിലെ
ദാതിയ എന്ന് പറയുന്ന മണ്ഡലത്തിലെ കോൺഗ്രസ് MLA രാജേന്ദ്ര ഭാരതി അയോഗ്യനാക്കപ്പെട്ടു. അപ്പോൾ ആ ഒഴിവിലാണ് വീണ്ടും അവിടെ തിരഞ്ഞെടുപ്പ് നടന്നത്. അതിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഘനശ്യാം സിംഗ് ജയിച്ചു. പിന്നെ അത് BJPയുടെ മണ്ഡലമല്ല, അത് കോൺഗ്രസ് ജയിച്ചിരുന്ന മണ്ഡലത്തിൽ വീണ്ടും കോൺഗ്രസ് തന്നെ ജയിച്ചു. ഗുജറാത്തിലെ മഞ്ചൽപൂരിൽ BJPയുടെ സതീഷ് പട്ടേൽ ജയിച്ചു. ആ മണ്ഡലം നിലനിർത്തി BJP. ഇപ്പോൾ ഈ ശരിക്കും ബീഹാറിലാണ് ഇപ്പോൾ പ്രശ്നം നിൽക്കുന്നത്. BJPയുടെ ഒരു മണ്ഡലം നിലനിർത്തി, മറ്റൊരു മണ്ഡലം കോൺഗ്രസിൻ്റെതാണ്, അതവർ നിലനിർത്തി. ബീഹാറിൽ BJP മണ്ഡലം കോൺഗ്രസ് പിടിച്ചെടുക്കുകയോ JDU പിടിച്ചെടുക്കുകയോ അല്ല ചെയ്തത്. ജൻ സ്വരാജ് പാർട്ടി എന്ന് പറയുന്നത്, നമ്മൾ ഈ കൂറകളുടെ സമരത്തെ പോലെ വേണം ഈ വിഷയത്തെയും കാണാൻ. കൂറകളുടെ സമരം പ്രതിപക്ഷത്തിന് ദൗർബല്യമുള്ളതുകൊണ്ട്, പ്രതിപക്ഷം വേണ്ട വിധത്തിൽ അവിടെ ആക്ട് ചെയ്യാത്തത് കൊണ്ട് കൂറകൾ സമരവുമായിട്ട് രംഗത്ത് വന്നു. അവർ ഭാഗികമായിട്ടെങ്കിലും വിജയിച്ചു എന്നൊക്കെ നമുക്ക് പറയാം. ഇവിടെയും അതുപോലെയാണ്. ഈ ബീഹാറിൽ മുഖ്യ പ്രതിപക്ഷമായിരിക്കുന്ന JDUവോ അല്ലെങ്കിൽ കോൺഗ്രസ്സോ അല്ല വിജയിച്ചത്. അവിടെ ജൻ സ്വരാജ് പാർട്ടി എന്ന് പറയുന്ന ഈ പ്രശാന്ത് കിഷോറിൻ്റെ പാർട്ടി, പ്രശാന്ത് കിഷോറാണ് വിജയിച്ചിരിക്കുന്നത്. ഇനി അവിടെ ഈ ഉപതെരഞ്ഞെടുപ്പിൽ നടന്ന പോളിംഗ് ശതമാനം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. അവിടെ പോളിംഗ് നടന്നത് 34%. ആ 34% മാത്രം ആൾക്കാർ വോട്ട് ചെയ്തിരിക്കുന്ന ഒരു മണ്ഡലത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. സാധാരണ നിലയ്ക്ക് നമ്മൾ അവിടെ നേരത്തെയൊക്കെ പോളിംഗ് നടന്നപ്പം 60% മുകളിലേക്ക് പോളിംഗ് പോയതാണ് അല്ലേ. ഇപ്പോൾ ഏതാണ്ട് പകുതിയോളം പോളിംഗ് നടന്നിട്ടില്ല. അതിൻ്റെ അർത്ഥം BJPയുടെ ആൾക്കാരും വോട്ട് ചെയ്തില്ല എന്നുള്ളതാണ്. വളരെ കുറച്ച് പേര്, പിന്നെ അതായത് BJPയുടെ സ്ട്രോങ് കേഡേഴ്സ് ഒന്നും വോട്ട് ചെയ്തില്ല. പിന്നെ BJPക്ക് കിട്ടുന്ന കുറേ നിഷ്പക്ഷമായ വോട്ടുകളുണ്ട്, അതവിടെ കിട്ടിയിട്ടുണ്ടാകും. പാളയത്തിലാണ് പട. BJPയെ തോൽപ്പിച്ചത് BJPയാണ്, ജൻ സ്വരാജ് പാർട്ടിയോ പ്രശാന്ത് കിഷോറോ അല്ല. ഇതാണ് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാകുന്ന കാര്യം. പ്രാദേശിക ഘടകത്തിൽ കുഴപ്പങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ഈ ആദ്യം നിശ്ചയിച്ച സ്ഥാനാർത്ഥി അവിടുന്ന് പിന്മാറിയിട്ട് നീരജ് കുമാർ വന്നത് എന്തുകൊണ്ടാണ് എന്നൊരു ചോദ്യമുണ്ട്. അതിന് ഉത്തരം BJP പറയേണ്ടിയിരിക്കുന്നു. നിതിൻ നബീൻ 50,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചതാണ്. അപ്പോൾ അവിടെ അദ്ദേഹം രാജിവെച്ച് പോകുന്ന ഒഴിവിൽ മത്സരം നടക്കുമ്പോൾ തീർച്ചയായിട്ടും ആ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാനുള്ള ചുമതല അദ്ദേഹത്തിനും കൂടിയുണ്ട്. ദേശീയ അധ്യക്ഷൻ കൂടിയായ നിതിൻ നബീൻ്റെ മുഖത്തേറ്റ ഒരു അടിയാണ് ഈ പരാജയം എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇതിൻ്റെ കാര്യകാരണങ്ങൾ കൂടുതൽ പുറത്തു വരാനുണ്ട്. അത് ഭാവിയിൽ പുറത്തു വരും എന്ന് നമുക്ക് കരുതാം. എന്തായാലും ഈ പ്രശാന്ത് കിഷോറിൻ്റെ പാർട്ടി ഒരു അട്ടിമറി നടത്തിയിരിക്കുന്നു എന്ന് പറയാൻ മാത്രമുള്ള കാര്യങ്ങൾ അവിടെ സംഭവിച്ചിട്ടില്ല. കാരണം പോളിംഗ് ശതമാനം വളരെയധികം 34 മാത്രമാണ്. അവിടെ ഇത്രയും കുറവ് പോളിംഗ് ശതമാനത്തിൽ എത്തിയിട്ടും BJP അവിടെ 2ാം സ്ഥാനത്ത് വന്നു എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. വിജയത്തിന് തുല്യം എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ കാരണം അല്ല, BJPക്ക് അവിടെ ഒരുപാട് പരാജയം സംഭവിച്ചിട്ടുണ്ട്. അത് BJP നേതൃത്വം ആലോചിക്കട്ടെ. BJPയുടെ ഇത് സത്യത്തിൽ നിതിൻ നബീന് മാത്രമല്ല, മോദിക്കും അമിത്ഷായ്ക്കും ഒക്കെ ഒരു ഷോക്ക് ട്രീറ്റ്മെൻ്റ് ആണ്. കാരണം അവരാരും പ്രതീക്ഷിച്ചില്ല. അത് ഒരു പാർട്ടിയുടെ ഉൾപാർട്ടി പ്രശ്നം എന്ന നിലയിൽ പാർട്ടി പ്രശ്നം തന്നെയാണ്, ഒരു സംശയമില്ല. BJPയുടെ ഉള്ളിലെ പ്രശ്നങ്ങൾ, അതിന് സംഘപരിവാറിനകത്ത് അത് എത്രത്തോളം പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയില്ല. വരും ദിവസങ്ങളിൽ ഇതിൻ്റെ അലയൊലികൾ പുറത്തു വരും എന്ന് കരുതാം. എന്തായാലും BJPക്ക് ഒരു വലിയ പാഠമാണ്. BJP നേതൃത്വത്തിന് എതിരെ എന്തൊക്കെയോ ഉരുണ്ടുകൂടുന്നതായിട്ടൊരു സംശയം, അത് മനസ്സിലാക്കേണ്ടതും തിരിച്ചറിയേണ്ടതും പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന്റെ പൊതുവായിട്ടുള്ളൊരു നേതൃത്വത്തിനെതിരെ ആകണമെന്നുണ്ടോ? ബീഹാറിലെ പ്രാദേശികമായ ഞാൻ അതിനെ അത്ര ചെറുതായിട്ട് കാണുന്നില്ല. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2024 അബ്കി ബാർ 400 പാർ എന്ന് പറഞ്ഞാണ് നരേന്ദ്രമോദി മത്സരിച്ചത്. പക്ഷെ ആലോചിച്ച് നോക്കൂ, 240 സീറ്റുകളിൽ BJP ഒതുങ്ങി. പക്ഷെ അതിനെ നമുക്ക് ഒരു കേവലം നമ്മളിപ്പോൾ അത് ചർച്ച ചെയ്യേണ്ട ഒരു സമയമല്ല. ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ച് വെക്കട്ടെ. പക്ഷേ എൻ്റെ അറിവിൽ 36.56% വോട്ട് ഷെയറാണ് BJPക്ക് ഉണ്ടായിരുന്നത്.
തൊട്ട് തലേ ഇലക്ഷൻ 2019 ബി ജെ പിക്ക് വളരെ വലിയ ഒരു വിജയം സമ്മാനിച്ച 2019 37.76%, ഏകദേശം 1.5% വ്യത്യാസം മാത്രമേ. 2014 ഏകദേശം 6%-ലധികം വോട്ട് വിഹിതം ഈ 2024. ഈ വോട്ട് ശതമാനത്തെക്കുറിച്ച് നമ്മൾ വിലയിരുത്തേണ്ടത് മറ്റൊരു തരത്തിലാണ്. അവിടെ നമ്മൾ ആ വിഷയം നമുക്ക് സംസാരിക്കുമ്പോൾ ഇന്ത്യ മുന്നണിയുടെ നമുക്ക് അതിനെക്കുറിച്ച് പറയാം. പക്ഷേ ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നരേന്ദ്രമോദി, അമിത്ഷാ, നിതിൻ ഗഡ്കരി, രാജ്നാഥ് സിംഗ്, ആ നേതൃത്വം ഈ പരാജയത്തെ കൃത്യമായി വിശകലനം ചെയ്യുകയും പഠിക്കുകയും വേണം. ഇതൊരു സൂചനയാണ്. എന്തൊക്കെയോ എവിടെയൊക്കെയോ ഒരുങ്ങുന്നുണ്ട് ബി ജെ പിക്കെതിരെ. ബി ജെ പി അത് കൂടുതൽ ആഴത്തിൽ, ഗൗരവത്തിൽ അതിനെക്കുറിച്ച് പഠിക്കട്ടെ, വിശകലനം ചെയ്യട്ടെ. അല്ലെങ്കിൽ ഈ ബംഗിപ്പൂരിൽ സംഭവിച്ചത് മറ്റു പല സ്ഥലത്തും ആവർത്തിക്കും. ഇനിയിപ്പോൾ വരാൻ പോകുന്നത് UP തിരഞ്ഞെടുപ്പാണ്. നിസ്സാരമല്ല. നേതാക്കൾ തങ്ങളുടെ ഗർവും അഹങ്കാരവും ഒക്കെ മാറ്റിവെച്ചിട്ട് താഴെത്തട്ടിൽ ജനങ്ങൾക്കൊപ്പം ഇറങ്ങി പ്രവർത്തിക്കണം. അല്ലാത്ത പക്ഷം, ജനകീയമായി പ്രവർത്തിക്കാത്ത പക്ഷം BJP കാത്തിരിക്കുന്നത് വലിയ വെല്ലുവിളികളാണ്, വലിയ തിരിച്ചടികളാണ് എന്നുള്ളത് ഓർക്കാനുള്ള ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റാണ് ബീഹാറിലെ ബംഗിപ്പൂരിൽ നിന്നും കിട്ടിയിരിക്കുന്നത്.